ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജനുവരി 31 ഈ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസം. ഈ മാസം കർത്താവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം ഇന്നത്തെ ദിവസത്തെ സകല അനുഗ്രഹങ്ങളും നേടുന്നതിനും ഇന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനും വേണ്ടി ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധനായ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ മാസത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് നമ്മെ സ്നേഹത്തോടെ നോക്കിയിരിക്കുന്ന, നമ്മെ സ്നേഹത്തോടെ കേൾക്കാൻ കാത്തിരിക്കുന്ന ദൈവത്തിന് നൽകാൻ ഇന്ന് നാം എന്താണ് ദൈവത്തിന് നൽകാൻ കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, മുറിവേറ്റ മനസ്സ്, വേദനിക്കുന്ന ഹൃദയം, സുഖമില്ലാത്ത നമ്മുടെ ശരീരം, തളർത്തുന്ന നമ്മുടെ വിഷയങ്ങൾ, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ അവസ്ഥകൾ, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ, കുടുംബത്തിലുള്ള കലഹം, ദാരിദ്ര്യം, പട്ടിണി, സാമ്പത്തിക ദുരിതം, ജോലിയിലുള്ള പ്രശ്നങ്ങൾ, മക്കളുടെ പരീക്ഷ, മക്കളുടെ വേദനകൾ, അവരുടെ നിയോഗങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഇന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുന്ന് നാം സമർപ്പിക്കുന്നതെല്ലാം സ്വീകരിക്കുവാനായി കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുന്നിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അവിടുന്ന് നമ്മെ പരിപാലിക്കുന്ന സ്നേഹവാനായ ദൈവമാണ്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി പ്രാപിക്കുമ്പോൾ കൂടുതൽ നാം ദൈവസന്നിധിയിൽ ശക്തി പ്രാപിക്കാൻ പ്രാർത്ഥിക്കാം. നാം ഭാരപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയാസങ്ങൾ മാറിപ്പോകും, നമ്മുടെ ഭാരങ്ങൾ ഇല്ലാതെയാകും, നമ്മുടെ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകും, നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശരിയായ തീരുമാനങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നമുക്കാവശ്യം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്. ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം വേദനിക്കുന്ന വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനു വേണ്ടി ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് വൻ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും കേൾക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ദൈനംദിനം വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ അഭിഷേകങ്ങളാണ് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ കൂടി ലഭിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രവാചകന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ ദൈവാനുഗ്രഹങ്ങളാണ് കർത്താവ് ദിനം പ്രതി നൽകുന്നത്. അതിനാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ് എന്നത് തീർച്ചയാണ്. രാവിലെ 5 മണിക്കും രാത്രിയിൽ 7 മണിക്കുമുള്ള ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനകളിൽ കൂടി ദൈവം നിങ്ങളെ ഓരോ കാര്യങ്ങളിലും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവസവും ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ നിറയുകയാണ്. അതോടൊപ്പം നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായി മാറുമ്പോൾ, നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ, ഈ പ്രാർത്ഥനയോട് കൂടെ എന്നോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വലിയ ദൈവാനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നത്. അതിനാൽ ഈ പ്രാർത്ഥനയിൽ കൂടുതൽ നേരം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക, ആവർത്തിച്ചത് കേൾക്കുക. കൂടുതൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഒരു സ്രോതസ്സായി ഈ പ്രാർത്ഥന മാറും. ഇന്ന് ഈ മാസത്തിൻ്റെ അവസാന ദിവസം എല്ലാത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒപ്പം ഒരു പുതിയ മാസം തുടങ്ങുമ്പോഴത്തേക്ക് കൂടുതൽ ശക്തിക്ക് വേണ്ടി എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ ശക്തി നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ സുരക്ഷിതത്വവും സംരക്ഷണവും ശക്തിയും അനുഗ്രഹങ്ങളും അഭിവൃദ്ധിക്കും വേണ്ടി നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ സ്വർഗാരോഹണം. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ? യേശു പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. യേശു ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളെ കേൾക്കുന്ന പരമപരിശുദ്ധനായ ദൈവമേ, ഈ പുതിയ ദിവസം നൽകി ഈ പുതിയ പ്രഭാതം കാണാൻ നിന്റെ കാരുണ്യം ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, കുട്ടികൾ, യുവതി യുവാക്കൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഈ സമയം നിന്റെ അനന്തകോടി അനുഗ്രഹം പ്രാപിച്ച് ഓരോ ദിവസവും അനുഗ്രഹീതരായിരിക്കുന്ന ഈ മക്കൾ നിന്റെ സന്നിധിയിൽ ഇന്ന് വീണ്ടും പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നു. കർത്താവേ, ഒത്തിരി ആവശ്യങ്ങൾ ഇവരെ വേദനിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ അനവധിയാണ്. ഇവരുടെ വേദനകളിൽ, ഇവരുടെ പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ ഇന്ന് നിന്റെ തിരുഹിതം നിറവേറ്റുവാൻ, നിന്റെ ഇടപെടൽ ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി അയച്ച് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, നിന്നെ കേൾക്കുന്ന, നിന്റെ തിരുഹിതത്തിനു വേണ്ടി ആഗ്രഹത്തോടെ കേൾക്കുന്ന, നിന്റെ തിരുഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ നിന്റെ ശക്തി പകർന്നു കൊടുത്ത് ഇവരെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളിലും ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനു വേണ്ടി എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം ഈ മക്കളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് നേരെ നീ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം നൽകി അവരെ അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതാൻ ഭയം കൂടാതെ പരീക്ഷ എഴുതാൻ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുത്ത് അനുഗ്രഹിക്കണമേ. ബോർഡ് എക്സാംസിനു വേണ്ടി തയ്യാറെടുക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധങ്ങളായ പരീക്ഷകൾ എഴുതുന്ന, പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ കുടുംബങ്ങൾക്ക് പ്രത്യേകമായ കാരുണ്യം നീ കൊടുക്കണമേ. കർത്താവേ, ഇവരുടെ കുടുംബത്തിൽ നിന്ന് കലഹങ്ങൾ വിട്ടുപോകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ കുടുംബത്തിൽ ഉള്ളവരുടെ ജീവിതത്തെ നീ സകല ദൈവാനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടബാധ്യതകളാൽ വേദനിക്കുന്നവർക്ക് വേണ്ടി നീ പ്രത്യേകം കാത്തു പരിപാലിക്കണമേ. അവർക്ക് സാമ്പത്തിക ഭദ്രത നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രാർത്ഥിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒത്തിരി ജോലി ഭാരങ്ങളും
ഒത്തിരി തിരക്കേറിയ ജീവിതം കാരണം പ്രാർത്ഥിക്കാൻ പോലും, ഒരു നിമിഷം പോലും പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കാൻ സാധിക്കാത്ത എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവരുടെ ജീവിതത്തിൽ കടന്നു ചെന്ന് അവരുടെ ജീവിതം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം നീ അനുഗ്രഹപ്രദമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് ശക്തമായി നീ ഇടപെടണമേ. ഇവരെ വേദനിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇന്ന് നീ ഇടപെടണമേ. കർത്താവേ, സാത്താൻ ഒരുക്കുന്ന എല്ലാ കെണികളിൽ നിന്നും, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും, തെറ്റായ പ്രേമബന്ധങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നീ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഥാവായ ദൈവമേ, ഈ മക്കളുടെ ജോലിയിലുള്ള തടസ്സങ്ങൾ, ബന്ധനങ്ങൾ പൂർണ്ണമായി മാറിപ്പോകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിയിലുള്ള എല്ലാ അരക്ഷിതാവസ്ഥയും മാറിപ്പോകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കഥാവേ, ജോലി ചെയ്യുമ്പോൾ സമാധാനപരമായ അന്തരീക്ഷം നൽകി അധികാരികളും സഹപ്രവർത്തകരും തമ്മിൽ ഒരു നല്ല കുടുംബാന്തരീക്ഷം നൽകി അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗസൗഖ്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിന്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണമേ. പുറത്തു പോകുന്നവർക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ. വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ. ഇന്ന് യാത്രയുള്ളവർക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ. കർത്താവേ, മനസ്സ് വേദനിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഇന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് നീ കാണിക്കണമേ. അവരുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകി എല്ലാത്തിൻ്റെയും പ്രതിവിധി കർത്താവായ യേശുക്രിസ്തുവാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് എന്ന് വിശ്വസിച്ച് നിന്നിലേക്ക് കൂടുതലായി അടുത്തു വരാൻ, നിന്നെ കൂടുതലായി സ്നേഹിക്കാൻ, നിന്നെ കൂടുതലായി കേൾക്കാൻ, നിന്നെ കൂടുതലായി അനുസരിക്കാൻ ഇന്ന് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, കുഞ്ഞുമക്കൾക്ക്, യുവതി യുവാക്കൾക്ക് നീ അനുഗ്രഹം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവർക്കും കർത്താവേ, ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണയോട് നീ കാത്തുകൊള്ളണമേ. ഇന്ന് ഞങ്ങൾ ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഒരു ശാശ്വത പരിഹാരം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശക്തി അറ്റുപോകുന്ന നിമിഷങ്ങളിൽ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി അയച്ച് നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ശക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തളർന്ന മനസ്സുകൾക്ക് ശക്തി പ്രദാനം ചെയ്യണമേ. തളർന്ന ശരീരത്തിന് നീ സൗഖ്യം കൊടുത്ത് ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് ഈ മക്കളുടെ മേൽ പതിക്കട്ടെ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ തന്നെ അഭിഷേകം ചെയ്യപ്പെടട്ടെ. നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ഇന്ന് അനുഗ്രഹീതരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും നീ ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തി ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇവരുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ആവശ്യത്തെ നീ മാനിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിലൂടെ വലിയ അഭിഷേകം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്ത നാഥ, അങ്ങേ ഞങ്ങൾ കൊടാനുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ.
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം ഇന്ന് കർത്താവ് ചെയ്യട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹവും സഹായവും ഇന്ന് നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ യാത്രയിൽ വിജയം നൽകി കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ. സകല അപകടങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ കെണികളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം കർത്താവ് സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന ഷെയർ ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.